സിനിമാ മേഖലയിലെ ലൈംഗിക പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ്. സിനിമാ താരങ്ങൾക്കെതിരായ പരാതികളിൽ മൊഴി നൽകി 3 നടിമാർ. എല്ലാ നിയമവശവും പരിശോധിച്ച നടപടിയെന്ന് DIG അജിത ബീഗം. വിവാദങ്ങൾക്ക് പിന്നാലെ സിനിമാ നയരൂപീകരണ സമിതി അംഗത്വം മുകേഷ് MLA ഒഴിയും. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് 100 സ്ത്രീപക്ഷ പ്രവർത്തകരുടെ പ്രതിഷേധം. സമിതിയിൽ നിന്ന് B ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അമ്മ എക്സിക്യൂട്ടീവിലെ കൂട്ടരാജിയിൽ അംഗങ്ങൾക്കിടയിൽ ഭിന്നത. രാജി തീരുമാനത്തെ എതിർത്ത് ജഗദീഷും ടോവിനിയുമടക്കം 5 പേർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 10ാം നാൾ പ്രതികരിച്ച ഫെഫ്ക. ലൈംഗിക അതിക്രമം നടത്തിയവരുടെ പേരുകൾ പുറത്തുവരണമെന്ന് സംഘടന. അനുനയ നീക്കം സജീവം. പീഡന കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കാൻ ബംഗാൾ സർക്കാർ. മമതാ ബാനർജിയുടെ നീക്കം കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയ്ക്ക് പിന്നാലെ. 10 ദിവസത്തിനകം ശിക്ഷ ഉറപ്പാക്കും തരത്തിൽ നിയമം ഭേദഗതി ചെയ്യും. ബന്ദിനിടെ ബംഗാളിൽ വ്യാപക അക്രമം. പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി തുടങ്ങാൻ കേന്ദ്ര സർക്കാർ. 51,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. പദ്ധതിക്ക് 3,806 കോടി മുതൽ മുടക്ക്. രാജ്യത്ത് 12 ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ.